പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ വിദേശത്ത് പോയി പഠിക്കണോ? പല കുട്ടികളുടെയും ചിന്തയാണ്. അതിനുവേണ്ടി അനാവശ്യമായിട്ട് കടമൊക്കെ എടുത്ത് വിദേശത്ത് പോയി ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് അവിടെയും ജോലിയില്ല, ഇവിടെ വന്നാൽ ഇവിടെയും ജോലിയില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. വേറൊരു കൂട്ടം കുട്ടികളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല. ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് ഒരുപാട് പേര് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ കോഴ്സ് ഒന്നും അല്ലാതെ തന്നെ സാധാരണ ഡിഗ്രികൾ, കോളേജിൽ പോയി പഠിക്കാവുന്ന സാധാരണ ഡിഗ്രികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഫീൽഡുകളിലേക്കും പ്രൊഫഷണലിലേക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കും പോകാവുന്ന 2-3 മേഖലകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളോട് എന്താണ് ഇനി അടുത്ത പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ വിദേശത്തൊക്കെ പോയി പഠിച്ചാലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. ഒരു കാര്യം അത്തരം കുട്ടികളോട് പറയാതിരിക്കാൻ കഴിയില്ല. പ്ലസ് ടു കഴിഞ്ഞൊരു ഡിഗ്രിക്കായിട്ടൊക്കെ വിദേശത്ത് പോകുമ്പോൾ 3-4 വർഷം വിദേശത്ത് നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും. മാത്രമല്ല, ഒരു ഡിഗ്രി കൊണ്ട് വിദേശ രാജ്യത്ത് ഒരു പക്ഷേ നമുക്കൊരു ജോലി കിട്ടിയെന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് വിദേശത്ത് പോയി ഡിഗ്രി പഠിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായി വലിയൊരു നഷ്ടവും ബുദ്ധിപരമായിട്ടും ഒരു അത്ര ശരിയായൊരു നീക്കം ആയിരിക്കത്തില്ല. കാരണം വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന അത്തരം തീരുമാനങ്ങൾ, സെലക്ട് ചെയ്യുന്ന ഡിഗ്രി, പഠിക്കാൻ പോകുന്ന രാജ്യമൊക്കെ വളരെ അപക്വമായ തീരുമാനമാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ നമുക്കത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, കുട്ടികളിൽ പലരും പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചില്ലെങ്കിൽ ഒരു സാധ്യതയില്ല. പലപ്പോഴും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് ധാരാളം പണം ചിലവാക്കി നമ്മുടെ രാജ്യത്തിനകത്തുള്ള കോളേജുകളിലാണെങ്കിൽ പോലും ധാരാളം പണം മുടക്കി പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും മാർക്ക് കുറവുള്ള കുട്ടികളൊക്കെയാണ് ഒത്തിരി പണം മുടക്കിയിട്ടായിരിക്കും അത്തരം കോഴ്സുകൾക്കൊക്കെ ചേരുന്നത്. അത് വീണ്ടും ഒരു തെറ്റായ ധാരണയാണ്. നമുക്ക് കോളേജുകളിലൊക്കെ പോയിട്ട് ഒരു റെഗുലർ ഡിഗ്രി എടുത്തുകൊണ്ട് തന്നെ നല്ല കരിയറിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പല ഡിഗ്രികളുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഒരു 3 ഡിഗ്രികളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് BSc മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്കൊരു എഞ്ചിനീയറിങ്ങിന് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു മെഡിസിൻ പഠിക്കാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു കുട്ടിയാണ്. നിങ്ങൾ മാത്തമാറ്റിക്സ് എടുത്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഫ്യൂച്ചർ ലോഡഡാണ്, ഒരു സംശയമില്ല. കാരണം ഈ മാത്തമാറ്റിക്സ് ആണ് ഇനിയും വരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ മേഖലകളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ഡേറ്റ സയൻസ്, ലോജിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ടിങ്, ഇത്തരം മേഖലകളിൽ, അല്ലെ ടാക്സ് പോലുള്ള മേഖലകളിൽ, ഓഡിറ്റിംഗ് പോലുള്ള മേഖലകളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വളരെ ശക്തമായൊരു ഡിഗ്രിയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഏത് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതാവുന്ന ഇന്ത്യയിലെ ഏത് ടോപ്പ് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അതിനെല്ലാം തന്നെ ഓവർലോഡഡ് വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മാത്സിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങളൊരു മിടുക്കിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാത്സ് എടുത്ത് പഠിക്കുകയും അതിൽ നിന്ന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മാത്സുകാർക്ക് വീണ്ടും ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കൊക്കെ പോവാം. ഇത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് പഠനമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മേഖലയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് രംഗത്ത് MBA പോലുള്ള കോഴ്സുകൾ പഠിക്കാം, MCA പോലുള്ള കോഴ്സുകൾ പഠിക്കാം, കമ്പ്യൂട്ടർ രംഗത്തേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസാണ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് തരുന്നത്. രണ്ടാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് മാത്സ് കുറച്ച് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കുട്ടികളാണ് എക്കണോമിക്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫിനാൻസ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് പോകാം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ വലിയ വലിയ പരീക്ഷകൾ, UPSCയുടെ സിവിൽ സർവീസ് പോലെ, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ പ്രമുഖമായ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ലോകമാണ് എക്കണോമിക്സ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. കാരണം എക്കണോമിക്സിൻ്റെ റിഫ്ലക്ഷൻ ഇല്ലാത്ത, മാനിഫെസ്റ്റേഷൻ ഇല്ലാത്ത ഒരു മേഖലയും ബിസിനസ് സംബന്ധമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേറ്റ് രംഗത്ത്, ബിസിനസ് രംഗത്ത്, ഇൻഡസ്ട്രി രംഗത്തൊക്കെ നാളെ നിങ്ങൾക്ക് ഫർദറായിട്ട് സ്റ്റഡീസൊക്കെ നടത്തി പല മേഖലകളിലും നിങ്ങൾക്ക് പോയി വിജയിക്കാനായിട്ട് സാധിക്കും. എക്കണോമിക്സ് വളരെയധികം സാധ്യതകൾ നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു ബേസിക് ഡിഗ്രിയാണ്. നല്ലൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോയി നല്ല ഒരു നിലയിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കോഴ്സ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സുവോളജി, BSc സുവോളജിയാണ്. ഒരുപാട് സാധ്യതകളാണ് സുവോളജി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ നേഴ്സിംഗ് ഒന്നും വലിയ പൈസ കൊടുത്ത് പഠിക്കാൻ കഴിവില്ല. ഒരു കുട്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുത്ത് വന്നത്, സാറേ നേഴ്സിങ്ങിനൊക്കെ പൈസ കൊടുത്ത് പഠിക്കാൻ നിവൃത്തിയില്ല, മെറിറ്റിലൊരു സീറ്റ് കിട്ടിയില്ല. ആ കുട്ടി പഠിക്കാൻ മിടിക്കുക ഒരു കുട്ടിയാണ്, ഇച്ചിരി ഉഴപ്പൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അതിനോട് പറഞ്ഞു കോളേജിൽ പോയി BSc സുവോളജി എടുത്ത് പഠിക്കുക. ആ കുട്ടി BSc സുവോളജി എടുത്ത് പഠിക്കുകയും തുടർന്ന്
അത് ജെനറ്റിക്സ് എടുത്ത് പഠിക്കുകയും അത് മെഡിക്കൽ രംഗത്തുള്ള ഒരു വലിയ കമ്പനിയിൽ ആ കുട്ടി ഇപ്പോൾ അയർലൻഡിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ജോലി കിട്ടി വിദേശത്ത് പോയൊരു കുട്ടിയാണത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സുവോളജി പഠിച്ചു, ആ സുവോളജിയിലൂടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ സുവോളജി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മെഡിക്കൽ രംഗത്തുള്ള കോഴ്സുകളിലൊക്കെ ഫർദറായിട്ട് പോയി പഠിക്കാം. ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട, ഹ്യൂമൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പഠിക്കാം. ബയോടെക്നോളജി, ജെനറ്റിക്സ്, അതുപോലെ മൈക്രോബിയൽ സ്റ്റഡി, ഫിഷറീസ്, മെറൈൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ ഫോറസ്ട്രി, ആനിമൽ മേഖലയിലുള്ള പഠനങ്ങൾ, വൈൽഡ് ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു തരാൻ കേപ്പബിലിറ്റി ഉള്ളൊരു കോഴ്സാണ് BSc സുവോളജി. അപ്പോൾ ഇതൊക്കെ വൃത്തിയായിട്ട് പോയി പഠിക്കുകയും ആ പഠിക്കുന്ന സമയത്ത് നൈപുണ്യങ്ങൾ വളർത്തുകയും രാജ്യത്തെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസ് തുടർന്ന് എഴുതാവുന്ന എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാവും. മാത്രമല്ല വിദേശത്തൊക്കെ ഇനിയും പോകണമെങ്കിൽ തന്നെ ഇത്തരത്തിലൊക്കെയുള്ളൊരു ഡിഗ്രി എടുത്ത് അതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സോടുകൂടി നിങ്ങൾ വിദേശത്ത് ചെന്നാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ രാജ്യത്തെയൊക്കെ സാധ്യതകളെ കുറേ കൂടെ പ്രയോജനപ്പെടുത്താൻ പറ്റും. മാത്രമല്ല ഇവിടുത്തെ ഒരു 4 ഇയർ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് അവിടെ ഒരു 1 ഇയർ കൊണ്ട് തന്നെ മാസ്റ്റേഴ്സൊക്കെ എടുക്കാൻ സാധിക്കും. തുടർന്ന് PhDക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ അബദ്ധമായ മണ്ടത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് പോയി ഊരാക്കുടുക്കിലൊന്നും വീഴാനായിട്ട് ശ്രമിക്കരുത്. ഒരു വലിയ ആശങ്കയൊന്നും ഭാവിയെക്കുറിച്ച് വേണ്ട. നമുക്ക് വേണ്ടത് വറീസ് അല്ല, നല്ല പ്ലാനിങ് ആണ്. നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്, പിന്നെ ഒരുപാട് ധൃതിയൊന്നും കാണിക്കരുത്. ഒരുപാട് ധൃതിയൊക്കെ കാണിച്ചാൽ നമുക്ക് വലിയ നിലയിലൊന്നും എത്താനായിട്ട് പറ്റില്ല. വലിയ നിലയിലൊക്കെ എത്തണമെങ്കിൽ ഒരല്പ സാവകാശത്തിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ച് തന്നെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തൊഴിലവസരങ്ങൾ കിട്ടും. എല്ലാവർക്കും നല്ല തൊഴിൽ സാധ്യതകൾ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. Thank you for watching this.